ഹരേ കൃഷ്ണ. എല്ലാവർക്കും വിഷുദിന ആശംസകൾ. ദേവയാനി ചരിതം നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്വർഗലോകത്തു നിന്നും മൃതസഞ്ജീവനി മന്ത്രം പഠിക്കുവാൻ വേണ്ടി ബൃഹസ്പതി പുത്രനായ കജൻ ശുക്രാചാര്യരുടെ ആശ്രമത്തിലെത്തുന്നതും ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന ദേവയാനിക്ക് കജനോട് പിന്നീട് പ്രേമമുണ്ടാകുന്നതുമാണ് കണ്ടത്. ഒരിക്കൽ ദേവയാനി ഇല്ലാതിരുന്ന സമയം നോക്കി അവനോട് അമർഷമുണ്ടായിരുന്ന അസുരന്മാർ അവനെ കൊന്ന് ശരീരം ചെന്നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുത്തു. തന്റെ പ്രാണപ്രിയൻ തിരിച്ചെത്താതിരുന്നപ്പോൾ തന്റെ പിതാവിന്റെ അടുത്തു ചെന്ന് കരഞ്ഞുകൊണ്ട് ദേവയാനി പരാതി പറഞ്ഞു. തന്റെ പുത്രിക്ക് വേണ്ടി മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലിയപ്പോൾ ചെന്നായ്ക്കളുടെ വയറു പിളർന്ന് കജൻ തിരിച്ചു വന്നു. വീണ്ടും ഒരിക്കൽ കജനെ അസുരന്മാർ കൊന്ന് നദിയിലെറിഞ്ഞു. അപ്പോഴും ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലി അവനെ ജീവിപ്പിച്ചു. ഇനി ഒരിക്കൽ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ പാടില്ല എന്ന് കരുതി അസുരന്മാർ അവനെ കൊന്ന് ശരീരം വറുത്തു പൊടിച്ച് ശുക്രാചാര്യർ സ്ഥിരം കഴിക്കാറുള്ള ഒരു മദ്യത്തിൽ കലർത്തി നൽകി. വീണ്ടും പുത്രിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ശുക്രാചാര്യർ മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലി. പക്ഷേ കജൻ എങ്ങു നിന്നും തിരികെ വന്നില്ല. അപ്പോൾ ശുക്രാചാര്യരുടെ വയറിൽ നിന്ന് തന്നെ ഒരു ശബ്ദം അവർ കേട്ടു. ഞാൻ തിരികെ വന്നാൽ നിന്റെ പിതാവ് മരണപ്പെടും. അപ്പോൾ ശുക്രാചാര്യർ ചോദിച്ചു, നിനക്ക് ഞാനാണോ വേണ്ടത് അതോ കജനാണോ എന്ന്. പിന്നീട് എന്ത് സംഭവിച്ചു നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ.